ലൈഫ് ഓഫ് ജോസൂട്ടി. ജോസൂട്ടിക്ക് ലൈഫ് കൊടുത്ത സംവിധായകൻ ജിത്തു ജോസഫ് പല സിനിമകളും ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 5ഓളം സിനിമകൾ സ്വന്തമായിട്ട് കഥ, തിരക്കഥ, സംഭാഷണം എഴുതി സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് എടുത്തൊരു കഥ. എന്തുകൊണ്ടാണ് രാജേഷ് എന്ന് പറഞ്ഞൊരു തിരക്കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ കഥയെടുത്തത്? കാരണം എന്തറിയുമോ, ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇതിൻ്റെ ആളുകൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ കോമ്പയർ ചെയ്യുന്ന രീതിയിലൊന്ന് പിടിക്കണമെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ബലം പിടിച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്ക് പറ്റല്ല കേട്ടോ. അല്ല, ശരിക്കും എന്താ നമ്മൾ പലരും എന്നോട് ചോദിച്ചു, അല്ല അപ്പം ജിത്തുവിൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ, ഇത് വേറെ സ്ക്രിപ്റ്റാണോ ജിത്തു ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിന് എനിക്കറിയാം ഉത്തരം, പക്ഷെ ഞാൻ പറഞ്ഞു മടുത്തു. ഈ എന്നെ സ്ട്രേറ്റ് അങ്ങോട്ട് പറയാം എന്താണ് വിഷയം. അല്ല, ശരിക്കും ഞാൻ മെമ്മറീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പ്രൊഡ്യൂസർ ജയലാൽ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ജയലാൽ വന്നിട്ട്, ജയലാലിൻ്റെയാണ് ഈ ആശയം, പുള്ളിയുടെ ആശയം. അപ്പോൾ അത് രാജേഷ് വർമ്മ എന്ന് പറയുന്ന റൈറ്ററെ കൊണ്ട് പുള്ളി എഴുതിച്ചു. അപ്പം ഞാൻ കഥകൾ ഒത്തിരി കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സിനിമയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ്. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് നല്ല മടിയാണ് എഴുതാൻ. പണ്ടൊക്കെ 1 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് എഴുതി തീർത്താണ്. അപ്പം സിനിമകളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരാൻ തുടങ്ങിയപ്പം നല്ല കഥകളും കാര്യം, അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് കഥകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് ഇത് വായിച്ചപ്പം ഇതിനകത്തൊരു കണ്ടൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചില ഇതിൻ്റെ ഒരു കഥ പറയുന്ന പെർസ്പെക്റ്റീവ് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തു. കാരണം ഇത് വെറുതെ പറഞ്ഞാൽ അതങ്ങ് ഫ്ലാറ്റായി പോകും. അതുകൊണ്ട്, കാരണം ഇതൊരു ഇന്നവരാരും കേട്ടിട്ടില്ലാത്ത കഥയൊന്നുമല്ല, പക്ഷെ ഇടയിലുള്ള ഇതാണ്, പച്ചയായ മനുഷ്യരുടെ കഥ, വ്യത്യസ്തമായ രീതിയിൽ അതൊന്ന് പ്രസന്റ് ചെയ്താൽ നന്നാകും തോന്നി. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോസൂട്ടി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അന്നിങ്ങനെ ഈ പറഞ്ഞതുപോലെ ചർച്ച ചെയ്ത് ഞാൻ അതിൻ്റെ ഒരു ഏരിയ ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇന്ന രീതി കഥ പറയാമെന്ന് പറഞ്ഞ് രാജേഷിനെ കൊണ്ട് തന്നെ നമ്മളത് റീറേറ്റ് ചെയ്തു വർക്ക് ചെയ്ത് വന്നപ്പോൾ നല്ല ഒരു സ്ക്രിപ്റ്റായി എനിക്ക് തോന്നി. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടെൻഡൻസി എന്നതിന് എന്നാൽ കഴിയുന്നത് ഇതുപോലെ പുറത്തുനിന്ന് എടുത്താലോ എന്ന് കാരണം ഞാൻ നോക്കിയപ്പം ശൂന്യതയിൽ നിന്ന് നമ്മളിങ്ങനെ ഇരുന്ന് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അവർക്കിങ്ങനെ ഏത് സമയത്തും തലയിലിട്ടുകൊണ്ടിരുന്ന് സംസാരിച്ച് ഇങ്ങനെയൊക്കെയുള്ളത് പേപ്പറിലേക്ക് ആവുന്നത്. അപ്പോൾ ഒരാൾ ആ ജോലി എടുക്കാൻ ഒരു ബ്രെയിനും കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു സുഖം തോന്നും. അല്ല, പിന്നെ തീർച്ചയായും വേറൊരു കാര്യം ഇവിടെയുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ കണ്ടിന്യൂസ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ എഴുതുന്ന കഥകളെല്ലാം എൻ്റെ ഒരു ആംഗിളും എൻ്റെ ഒരു പെർസ്പെക്റ്റീവും ഭയങ്കരമായിട്ട് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ വേറൊരു ബ്രെയിൻ വരിക, വേറൊരു പെർസ്പെക്റ്റീവ് വരുമ്പോൾ അത് എനിക്ക് അതിനകത്തൊരു ചേഞ്ച്, ഞാൻ ചെയ്യുന്ന സിനിമകളിലൊരു ചേഞ്ച് വരും എന്നുള്ള ഒരു സാധനമുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ചെയ്യുന്നതിനകത്ത് ഒരു സ്റ്റൈൽ എവിടെയെങ്കിലും കിടക്കും, അതുണ്ടാവും. അത് എത്ര വലിയ റൈറ്ററാന്ന് പറഞ്ഞാൽ അയാളുടെ ചില രീതികളുണ്ട്, അതൊന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടും ഇതാണ്, സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യേണ്ട ഒരു ഇത് വരുമ്പോൾ നല്ല കാര്യം നിർബന്ധിക്കുന്നുണ്ടോ? അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. കാരണം നമ്മളെ അടുത്ത് എല്ലാവരും ചോദിക്കും, നമ്മൾ കണ്ടിന്യൂസ് സിനിമ ചെയ്യുന്നത് നമ്മൾ വർഷത്തിൽ ചിലപ്പോൾ 3 അല്ലെങ്കിൽ 4 മാക്സിമം ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വരുന്ന സിനിമകൾ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത സിനിമകൾ സമയം തെറ്റിക്കെടുത്തിട്ട് ഒരു വരവ് വരും, അത് നമുക്ക് പണി തരാൻ പറ്റുന്ന ഒരു വരവായിരിക്കും. അതിൻ്റെ ഒരു പഴമയൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നാച്ചുറലി എല്ലാവരും ചോദിക്കുന്ന ശീലമാണ്, നിങ്ങൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് സിനിമ ചെയ്യണോ എന്നുള്ള ചോദ്യങ്ങൾ. പക്ഷെ പറയുന്ന പോലെ കമ്മിറ്റ്മെൻറ്റ്സ്, ഒരുപാട് ആളുകൾ നമ്മളെ വിശ്വസിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ വരുമ്പോൾ ഇതിനൊരു കാലം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അത് കയറി ചെയ്യാന്നുള്ളതാണ്. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇരുന്ന് എഴുതി സിനിമ ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ചില ഡയറക്ടേഴ്സൊക്കെ ഇരുന്നുണ്ട് ഓരോ റൈറ്ററെ ഓരോ ഹോട്ടലിൽ ഇരുന്നിട്ട് അവിടെ ചെന്നിട്ട് വളരെ ഈ സീൻ ശരിയല്ല, മാറ്റി ചിന്തിക്കുക, എന്ത് സുഖമാണ്, എന്നാൽ ഇതൊന്നും ഞാനും ഒന്ന് എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രസമാണ്, ഇതിങ്ങനെയല്ല കേട്ടോ, ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പിടിക്കാം, എഴുതൂ എന്നിട്ട് നമുക്ക് നടക്കാം. പക്ഷേ ചെയ്യാൻ പോകുന്ന സിനിമകളെല്ലാം സ്വന്തമല്ലേ? എല്ലാം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ ചില കഥകൾ എടുക്കുന്നുണ്ട്, 1-2 കഥകൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് പാരലലി പോകുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ എഴുതുന്നുണ്ട്. 2 പ്രൊജക്റ്റ് ഇപ്പോൾ ഞാൻ അറ്റ് എ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 രീതിയിലും, പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ രീതിയിലും അതങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെച്ചു. ഈ ശരിക്കും ദിലീപ് ജിയുടെ അടുത്തേക്ക് ഈ ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ സ്ക്രിപ്റ്റ് ഞാൻ അയച്ചു തന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് ദിലീപ് ജിയെ അട്രാക്ട് ചെയ്ത
കാരണം ഇതൊരു യൂഷ്വൽ ദിലീപ് ജി ചെയ്യുന്ന ഒരു സിനിമയുടെ പാറ്റേൺ അല്ല. മനസ്സിലായി? ഞാൻ അന്ന് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആക്ച്വലി ദിലീപ് ജി ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ളത്. ദിലീപ് ജിക്ക് ഇത് ഫസ്റ്റ് ഇത് വായിച്ചപ്പോൾ ഇതിനകത്ത് അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ എന്താണ്? എനിക്ക് ആദ്യം ഇതിൻ്റെ ഒരു രൂപരേഖ സൂചിപ്പിച്ചു, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് മെയിൽ ചെയ്തു. ഫസ്റ്റ് ഹാഫാണ് ആദ്യം വന്നത്. പക്ഷെ വായിച്ചപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീല് തോന്നി. നമ്മൾ ചെയ്യുന്ന പലതരത്തിലുള്ള സിനിമ ചെയ്യുന്നുണ്ട്, എക്സാരേറ്റഡ് ഹ്യൂമറുകൾ ചെയ്യുന്നുണ്ട്, സ്ലാപ്സ്റ്റിക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നർമ്മത്തിൽക്കൂടി ഒരു പച്ചയായിട്ടുള്ള ജീവിതം പറയുന്നു. അത് എൻ്റെ അടുത്ത് ബായി പറഞ്ഞത് നമ്മൾ കാണിക്കാത്ത ഒരുപാട് വിഷ്വലിനെ കുറിച്ചും, ഇപ്പോൾ കട്ടപ്പനയിലെ വളരെ സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ കട്ടപ്പനയുടെ ഭംഗി അല്ലെങ്കിൽ ഇടുക്കിയുടെ ഭംഗിയൊന്നും നമ്മൾ അപൂർവമായിട്ട് അതൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ സിനിമയിൽ ഷൂട്ട് ചെയ്തതിൽ ആദ്യമായിട്ട് ക്യാമറ വെച്ച പല സ്ഥലങ്ങളുണ്ട് ഈ സിനിമ. തീർച്ചയായിട്ടും. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഹാഫ് വരുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വേറെ ഡിഫറെൻറ്റ് സിനിമയുടെ ഭാഗമാവുക എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന പോലെ വളരെ റിയലിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്.